ഫാമിലി വയലൻസ് കൂടുതലാണ്, കിഡ്സിന് പറ്റില്ല. അല്ലാതെ നല്ല ഇതായിട്ടുണ്ട്. കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാനായിരുന്നു. നല്ല നല്ല പെർഫോമൻസ് അവരുടെ. ആക്ഷൻ ഓറിയൻറ്റഡ് ആണല്ലോ, ഒരു നല്ല പെർഫോമൻസ് ആണ് അവരുടെ. വയലൻസ് ആണ്, നല്ല ബേസിക്കലി ഫുൾ വയലൻസ് ആണ്. ബട്ട് കുറച്ചും കൂടെ പക്ഷേ ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതാവുന്നുണ്ട്. അപ്പോൾ അതിൽ അതുണ്ട്. ഓവറോൾ സ്റ്റോറി ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത്, ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളൊരു ഈ വയലൻസ് അവസാനം ഒരു ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളതേ ഉള്ളൂ. എടുത്തു പറയാനായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഓവർ വയലൻസ് ആണ്. സൂപ്പർ സാറും നന്നായിരുന്നു. നല്ല മൂവിയാണ് ബ്രോ, നല്ല മൂവിയാണ്. ആക്ഷൻ റിലേറ്റഡ് മൂവിയാണ്. ഫുള്ളി ആക്ഷനാണ്, ആക്ഷൻ സ്റ്റൈലാണ്, ബേസിക്കായിട്ട് സ്റ്റൈൽ മൂവിയാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ സ്റ്റോറി ലൈനൊന്നുമല്ല, സ്റ്റൈലിഷായിട്ട് ഉണ്ണിമുന്തം വരുന്നു. പുള്ളിയുടെ സബാക്ക് അത് നമുക്ക് കാണാം. പുള്ളി ആക്ഷൻ, പുള്ളി 7 years ഓഫ് ആക്ഷൻ ചെയ്തിട്ടില്ല. അപ്പം ആ പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആക്ഷൻ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ആക്ഷനും സ്റ്റൈലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാരാണെങ്കിൽ ഈ പടം ഇഷ്ടപ്പെടും. ഇതിൽ സ്റ്റോറി ലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് വേണ്ടി സ്റ്റോറി ലൈൻസ് ഒന്നുമില്ല, ആക്ഷനാണ്, ഫുള്ളി ആക്ഷനാണ്. പിന്നെ പുള്ളി പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രൂട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോർമൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടില്ല. ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പടം ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവനിതൊരു ഓരോ സിനിമയും ഓരോ ജോണേഴ്സാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കോമഡി പടമല്ല, ഒരു ആക്ഷൻ പടമല്ല. ഓരോ സിനിമയ്ക്ക് ഓരോ ജോണേഴ്സ് ഉണ്ട്. ഈ മൂവി എന്ന് പറയുന്നത് ആക്ഷൻ റിലേറ്റഡ് സ്റ്റൈലിഷ് മൂവിയാണ്. ആ രീതിയിൽ ഈ സിനിമ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടൂ. വേറെ മെൻറ്റാലിറ്റി വന്ന് ഈ പടത്തിൽ അതില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ജയ് പോയി കണ്ടൊരു സിനിമ ഉണ്ട്, അല്ല വേറൊരു കോമഡി സിനിമ ഉണ്ട്, ഈ സിനിമ ഇതിൽ കോമഡി പ്രതീക്ഷിക്കില്ല. ഇത് അവർ പറയുന്നുണ്ടല്ലോ, ഇത് ബ്ലഡ് നിറഞ്ഞൊരു സിനിമയാണ്. ഈ സിനിമ പറയുന്നത് അതാണ്, ഫുള്ളി ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് അത് ഫുള്ളായിട്ട്. സൂപ്പർ സിനിമയാണ്, വേറെ ലെവല്, കണ്ടിരിക്കണം. തിയേറ്റർ എക്സ്പീരിയൻസ് ശരിക്കും ചോരക്കളിയാണ്. ഫുള്ളി സെക്കൻഡ് ഹാഫ് സീന് ഫാമിലി ഓഡിയൻസിന് പറ്റുന്നില്ല. പിള്ളേരെ ഒരിക്കലും കൊണ്ടുപോയിരിക്കാനാണ് നല്ലത്. നമുക്ക് തന്നെ ഒരുമാതിരി ആയിപ്പോയൊരു സിനിമയാണ്. പടം കത്തും പൊളിയാണ്, സീന് വേറെ ലെവല്. സെക്കൻഡ് ഹാഫ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും. പറയാൻ പറ്റില്ല, അത്രയ്ക്കും ചോരയാണ് മൊത്തം. അതേ കരിയർ ബസ്സാണ്, ഉണ്ണിമുന്തൻ്റെ കരിയർ ബസ് സിനിമയാണ്. വേറെ ലെവല് സിനിമ, എല്ലാവരും മസ്റ്റ് വാച്ച്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഹൈ ഒക്ടേൻ ആക്ഷൻ സീൻസ് ഒക്കെയാണ്, കൊള്ളായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റാണ്. ഓക്കെ, അടിപൊളിയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഉണ്ണിമുന്തൻ നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയത്. അടിപൊളിയായിരുന്നു സിനിമ, നല്ല അടിപൊളി സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അവസാനത്തോടെ ഇത് ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞോട്ട് അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ലേഡീസ് കാണാൻ ചാൻസ് കുറവാണ്, കാര്യം അത്രയും ബ്രൂട്ടലായിട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. കില്ലിൻ്റെ ഇതിൻ്റെ പകുതിയുള്ളൂ കില്ല് എന്ന് ചിന്തിച്ചാൽ മതി. ഈ സിനിമയുടെ പകുതിയുള്ളൂ കില്ല്. അത് പറയാനൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. വയലൻസിൻ്റെ അങ്ങേ അറ്റം, എക്സ്ട്രീം, അടിപൊളി, ഒന്നും പറയരുത്. സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ്, അടിപൊളിയായിട്ടുണ്ട്. എന്തോ സൂപ്പർ പെർഫോമൻസ്. പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നമുക്കിപ്പോൾ 7 വർഷത്തിന് ശേഷം പുള്ളിയുടെ ഒരു ആക്ഷൻ പാക്ക് ഇറങ്ങുന്നത്. അത്ര വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. KGF ആഷ് ചെയ്ത പല സാധനങ്ങളും ആ ഒരു സിമിലാരിറ്റിയിൽ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഉണ്ണിമുന്തൻ രക്ഷയില്ല, അടിപൊളി പടം. വയലൻസ് ഓഫ് ആർക്കും കാണാൻ പറ്റില്ല. എന്തായാലും ഫസ്റ്റ് 2 ദിവസം കണ്ടില്ലെങ്കിൽ മിസ് ഔട്ടാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, മാസ് പടം. കുഴപ്പമില്ല, കൊള്ളാം, ഒരു പക്ക വയലന്റ് പടമാണ്. ഇത് തന്നെ ആക്ഷനും വയലൻസും തന്നെയാണ്. വയലൻസ് ഒക്കെ നല്ല ഗ്രാഫിക്സ് എഡിറ്റിങ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് തന്നെ വയലൻസ് തന്നെയാണ് മെയിൻ കാര്യം. ഉണ്ണിമുന്തൻ ഇനിയും അത്യാവശ്യം നല്ല ആക്ഷൻ റോൾസ് വരണം. പുള്ളിക്ക് അതിനുള്ള നല്ല കാലിബറുള്ള ഒരാളാണ്. മലയാളത്തിൽ അധികം നല്ല പുള്ളിക്കാരനെ ഉപയോഗിച്ചിട്ടില്ല, നല്ല ഒരാളാണ്. ചോര ഫുള്ള് ചോരക്ക് ബ്രോ, തലവേദന എടുത്ത് തല പൊട്ടണം. അമ്മ അതിന് എക്സ്ട്രീം ലെവലാണ്. വയലൻസ് ഒരു രക്ഷയില്ല, തലവേദന എടുത്ത് തല പൊട്ടണം, അത്ര ലെവലാണ്. പറയാൻ വാക്കുകളില്ല. പൊളി, ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ഇത്രയും ഒരു മേക്കിംഗ് ആണെന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ഏത് രീതിയിലെടുത്താലും ക്യാമറ വർക്കായാലും എല്ലാം കൊണ്ടും സംവിധായകൻ പൊളിയായിട്ട് ചെയ്തു. പൊളി സിനിമ, പൊളിയാണ്. ഷരീഫ് മുഹമ്മദ് സാറ്റ്
ഞാൻ ഇവിടെ ഇത് എല്ലാവരും കാണണം, എല്ലാവരും ഫസ്റ്റ് ഷോ കാണുന്നവർക്ക് മാത്രം കിട്ടണമാണ്. നല്ലൊരു പടമായിരുന്നു. നോക്കുമ്പോഴും ഇല്ല ഒന്നുമല്ല, വയലൻസിൻ്റെ അയ്യര് കളിയാണ് ഈ സിനിമ. ഉണ്ണി മുകുന്ദൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ, ഡയറക്ഷൻ, അഭിനയം, വില്ലന്മാർ, ഫൈറ്റ്, വെറുതെ എന്തിനോ വേണ്ടി ഫൈറ്റ് ചെയ്യല്ല, അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്, അതിൻ്റേതായ ത്രില്ലുണ്ട്, എല്ലാം ഉണ്ട്. മിക്കായാലും നമ്മളൊരു ഫാമിലി സ്റ്റോറി ബേസ് ചെയ്താണ് മാർക്കോ പറഞ്ഞത്, അതേ സംഭവം തന്നെയാണിത്. പക്ഷെ അതുമായിട്ട് ടച്ചൊന്നുമില്ല. പക്ഷേ 2.5 മണിക്കൂർ സിനിമ കിട്ടില്ല സിനിമ. എന്തുകൊണ്ട് നമുക്ക് ട്രെയിലർ തന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ട്രെയിലറിൽ കിട്ടാത്തത് സിനിമയിൽ വന്നപ്പോൾ ആ ടീസർ കൊണ്ട് തന്നെ ഈ സിനിമ വിജയമായിരുന്നു. 2024 ക്രിസ്മസ് മാർക്കോ തന്നെ ഒരു രക്ഷയിൽ നടന്ന സൂപ്പർ സിനിമ. നമുക്ക് കൊടുക്കണ പൈസ വെറുത്താണ്. കിട്ടില്ല സിനിമ, നല്ല സിനിമ.